ശിക്ഷാവിധി പുറത്തു വന്നപ്പോൾ ആ ശിക്ഷാവിധിയിൽ പൂർണ്ണമായും മലയാളികൾ അല്ലെങ്കിൽ കേരളം തൃപ്തരല്ല. ആ ശിക്ഷാവിധിയുടെ ശിക്ഷാ കാലയളവ് സംബന്ധിച്ച് പ്രോസിക്യൂഷൻ തന്നെ ഇപ്പോൾ അവരുടെ ഒരു തൃപ്തി കുറവ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്കൊപ്പമുള്ളത് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ PK ശ്രീമതി ടീച്ചറാണ്. ടീച്ചർ, വളരെ പ്രമാദമായ കേസിലാണ് ശിക്ഷാവിധി വന്നിട്ടുണ്ട്. എന്താണ് ഇതിൽ പറയാനുള്ളത്? വളരെ പ്രമാദമാണ്. കഴിഞ്ഞ 8, 8.5 വർഷമായിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ലോകത്തിലെമ്പാടുമുള്ള മലയാളികളും വളരെയധികം ശ്രദ്ധയോടുകൂടി ഈ വിധി കാത്തിരിക്കുകയായിരുന്നു. വിധി വന്നു എന്നുള്ളത് ശരിയാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ശിക്ഷ കിട്ടി എന്നൊക്കെ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈയൊരു അതിഗുരുതരമായ ഇത്രയും നികൃഷ്ടവും നീചവും ക്രൂരവുമായിട്ടുള്ള ഒരു ചെയ്തി നടന്നതിന് ശേഷം 8 കൊല്ലത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ വിധി നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ജീവപര്യന്തം തടവിൽ കുറഞ്ഞ ഒന്നുമല്ല. ജീവപര്യന്തം തടവ് തന്നെ യഥാർത്ഥത്തിൽ ഇത് അത്രമാത്രം നിർഭയ കേസിന് ശേഷം, ഞാൻ അതാണ് പറയുന്നത്. നിർഭയ കേസിന് ശേഷം ഇന്ത്യയിൽ, കേരളത്തിൽ നടന്നിട്ടുള്ള അതിഗുരുതരമായ, അത്യന്തം വേദനിപ്പിക്കുന്ന, അത്യന്തം പൈശാചികമായ ഒരാക്രമണവും റേപ്പും അതിന് ശേഷം നടന്നിട്ടുള്ള സംഭവങ്ങളും ഇതെല്ലാം വിശകലനം ചെയ്തതിന് ശേഷം ദിലീപിനെ വെറുതെ വിട്ടു. അത് തന്നെ കുറേയേറെ നിരാശ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അതിനുശേഷം ഇന്ന് വന്നിട്ടുള്ള വിധി നമ്മളെല്ലാം പ്രതീക്ഷിച്ചതും സ്വാഭാവികമായിട്ടുണ്ടാവേണ്ടതും ജീവപര്യന്തം തടവാണ്. ജീവപര്യന്തം തടവിൽ കുറഞ്ഞ ഒന്നും യഥാർത്ഥത്തിൽ ഈ റേപ്പ് എന്ന് പറയുന്നത് ഒരു ശരിക്ക് പറഞ്ഞാൽ സാധാരണ ഒരു റേപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ഒന്നാണിത്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള രാത്രി സമയത്ത് വാഹനത്തിൽ കയറി റേപ്പ് ചെയ്യുകയും അത് വീഡിയോയിൽ പിടിക്കുകയും അട്ടഹസിക്കുകയും കണ്ടു നിൽക്കുന്ന മുഴുവൻ ആളുകളും നമ്മൾ പറയാറുള്ളത് രക്തരക്ഷസനെ പോലെ, പിശാചുക്കളെ പോലെ അട്ടഹസിച്ച് ചിരിക്കുകയും ചെയ്യുന്ന ഒരു രംഗത്തെക്കുറിച്ച് ഈ ഭൂമുഖത്തുള്ള ഒരു പെൺകുട്ടിക്കും അങ്ങനെയുള്ള നിമിഷം ആലോചിക്കാൻ കഴിയുന്നതല്ല. അത്ര നീചമായ, ക്രൂരമായ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 6 പേർക്കും കിട്ടേണ്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ കൂടുതലാണ് എന്നുള്ളത് കേരളത്തിലുള്ള മനുഷ്യ മനസ്സാക്ഷിയുള്ള എല്ലാവരും പറയും. അത്യന്തം മനുഷ്യത്വഹീനമായ, മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള, സാധാരണ രീതിയിൽ പറയും പിശാചുക്കൾ എന്ന്, പൈശാചികമായ ഒരു കൃത്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. അത്തരം കൃത്യത്തിന് തക്ക ശിക്ഷ കിട്ടുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇത് അത്യന്തം നിർഭാഗ്യകരമായി പോയെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. പ്രോസിക്യൂഷൻ്റെ ആ വാദം വളരെ ശരിയാണ്. പ്രോസിക്യൂഷൻ അതിശക്തമായി വാദിച്ചു എന്നുള്ളതിൽ അവരെ കുറ്റം പറയാനേ പറ്റില്ല. പക്ഷേ ഈ വിധി ഇത്രമാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത്, നമുക്കിപ്പം വിധി വന്നു കഴിഞ്ഞാൽ അതിനെ ശരിയെന്ന് പറയല്ലാതെ ആ വിധി മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അത് തീർച്ച തന്നെ. അതോ ഈ പൊതുവെ മലയാളികൾ, ടീച്ചർ പറഞ്ഞതുപോലെ ഒരുപാട് ടീച്ചർ ഈ രംഗത്ത്, മഹിളാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഈ വിധി കോടതി പറഞ്ഞെങ്കിൽ കൂടിയും മലയാളികളുടെ മനസ്സിനകത്ത് ഈ പ്രതികളുടെ സ്ഥാനം എന്തായിരിക്കും? അല്ലെങ്കിൽ വെറുതെ വിട്ട പ്രതിയുടെ ഉൾപ്പെടെ സ്ഥാനം എന്താണ് ഇത്? ഈ വെറുതെ വിട്ട പ്രതികൾ എന്ന് പറയുമ്പോൾ ഇനിയിപ്പം ഉയർന്ന കോടതിയുണ്ടല്ലോ. ഒരു കോടതിയിൽ നിന്ന് വെറുതെ വിട്ടാലും അടുത്ത കോടതിയിൽ ആ, അവിടെയുള്ള കോടതിയുടെ മനോഭാവവും അവിടെ വാദിക്കുന്ന ഓരോ, ഇപ്പം എടുത്തു വെച്ചിട്ടുള്ള ഓരോ തെളിവുമുണ്ട്. ആ തെളിവെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ആരാണ് ഗൂഢാലോചന നടത്തി എന്ന് കണ്ടുപിടിക്കുന്നു. ഈ 6 പേർ കൂടി ചേർന്നിട്ട് ഒരു ഗൂഢാലോചന നടത്തിയിട്ട് ഈ സംഭവം നടക്കില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഗൂഢാലോചന നടന്നു. എന്നാൽ ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിച്ചതാര്? അതൊരു ശക്തമായിട്ടുള്ള കരങ്ങളുണ്ട്. അത് വെറുതെ വിട്ടു. നമുക്കതിനെ വേറൊന്നും പറയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി വെറുതെ വിട്ടു. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് വളരെ അഭിമാനത്തോട് ഞാൻ പറയാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കേരള ഗവൺമെൻറ്, നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു. ഈ കാര്യത്തിൽ അപ്പീൽ പോകും. എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ പോകാൻ തീരുമാനിച്ച് അതിൻ്റെ നടപടിക്രമം തുടങ്ങിയിട്ടുണ്ടെന്ന് നമ്മുടെ നിയമവകുപ്പ് മന്ത്രി പറഞ്ഞു. നമ്മുടെ ഇന്ത്യക്കകത്ത് പല സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും അത് വെറുതെ വിട്ടുകഴിഞ്ഞാൽ പൂജിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ ഞാൻ എത്രയോ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കേരളത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നല്ല. അതും നമ്മളിവിടെ കണ്ടു. വെറുതെ വിട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ലഡു കൊടുക്കുന്നു, അത് ചെയ്യുന്നു. ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതിൻ്റെ ഏകദേശം കേരളത്തിൽ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഏത് വെറുതെ വിട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഇത്രമാത്രം ആഘോഷിക്കാൻ എന്താ ഉള്ളത്? ആ വേദന തിന്ന
ഇത്രയും മെൻ്റൽ ടോർച്ചറിന് വിധേയമായിട്ടുള്ള പെൺകുട്ടിയെക്കുറിച്ചും അവരുടെ വീട്ടുകാരെക്കുറിച്ചും അല്പമെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ, ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ലഡു കൊടുക്കൽ എന്തൊരു ആഘോഷമാണ് കേരളത്തിലെ കുറച്ച് ആളുകൾ കാട്ടിക്കൂട്ടുന്നത്. ഇതൊട്ടും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.